അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. റജബിന്റെ മാസപ്പിറവി കണ്ടാൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്. ഏത് മാസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഏത് രാവിലാണ്? പവിത്രമായ രാവാണ്, മഹത്വമേറിയ രാവാണ്, അല്ലാഹു ആദരിച്ച മാസമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ ശ്രദ്ധേയമായ മാസമാണ് റജബിന്റെ മാസം. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലയോ, മിൻഹാ അർബഅത്തുൻ ഹുറും ഇന്ന ഇദ്ദതശ് ശുഹൂർ ഇൻദല്ലാഹി 12 ശഹറാ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ലോകത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ, ആകാശത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ, അനന്തകോടി താരകങ്ങളുടെ ഉടമസ്ഥനായ തമ്പുരാൻ, ആകാശ നീലിമയെ സൃഷ്ടിച്ച തമ്പുരാൻ, ആകാശ നീലിമയിലൂടെ പറഞ്ഞു വിഹരിക്കുന്ന പക്ഷിപറവാദികളെ സൃഷ്ടിച്ച തമ്പുരാൻ, വിശാലമായ ഭൂമിയെ ഒരുക്കിയ തമ്പുരാൻ, ഗോളങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും ലോകത്തിന്റെ മുന്നിൽ സമ്മാനിച്ച തമ്പുരാൻ, ഈ ലോകത്തെ സൃഷ്ടിക്കുമ്പോ തന്നെ ഈ മാസത്തിന്റെ അളവ് പോലും വർഷത്തിന്റെ കണക്ക് പോലും പടച്ച തമ്പുരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പാശ്ചാത്യന്റെ സമ്മാനമല്ല, പാശ്ചാത്യന്റെ സമ്മാനമല്ല, യൂറോപ്യൻകാര് സമ്മാനിച്ചതല്ല. ഒരു വർഷത്തിൽ 12 മാസമുണ്ട് എന്നും ആ ഓരോ മാസം എന്ന് പറയുന്നത് 30 ദിവസമാണ് എന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തെ സൃഷ്ടിക്കുമ്പോ തന്നെ തീരുമാനിച്ച സംഭവമത്രേ. ഇന്ന ഇദ്ദതശ് ശുഹൂർ, മാസങ്ങളുടെ കണക്ക്, ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അരികിൽ, അല്ലാഹുവിനെ അപേക്ഷിച്ചിടത്തോളം, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം 12 ശഹറാ, അത് 12 മാസമാണ്. 12 മാസമാണ്. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ്. എപ്പോഴാണിത് അല്ലാഹുവിന്റെ തീരുമാനം? യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ആ കാലഘട്ടത്തിൽ തന്നെ പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്. ഒരു വർഷമെന്ന് പറയുന്നത് 12 മാസമാണ്. ഒരു മാസമെന്ന് പറയുന്നത് 30 ദിവസമാണ്. 31ാമത്തെ ഒരു ദിവസം ഇസ്ലാമിന്റെ ലേബലിലേ ഇല്ല തന്നെ. അതൊരു പക്ഷേ പാശ്ചാത്യന്മാരുണ്ടാക്കിയതായിരിക്കാം. 31 എന്നുള്ള സാധനം ഇല്ല, 29 അല്ലെങ്കിൽ 30. അതുകൊണ്ട് തന്നെയാണ് ശഅബാനിന്റെ മാസപ്പിറവി നിങ്ങൾ 29ന്റെ ദിവസം, അത് ശക്കിന്റെ ദിവസമാണ്. ആ ശക്കിന്റെ ദിവസം നിങ്ങൾ മാനത്തേക്ക് നോക്കണേ, ചന്ദ്രനെ പ്രതീക്ഷിക്കണേ. റമദാനിന്റെ തിങ്കൽക്കല തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് നീ ഒന്ന് നോക്കണേ, പരതണേ. 29ന്റെ രാവിൽ ആ പരിശുദ്ധമായ മാസപ്പിറവി കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ 30 എന്ന ദിവസം നിങ്ങൾ പരിപൂർണമാക്കണമേ. നബിയുനാ റസൂലുള്ളാഹി 30 ദിവസം പൂർത്തിയാക്കണം. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ 1 നോമ്പ് പിടിക്കണം. 31 ദിവസം പൂർത്തിയാക്കാൻ നബി തങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഒരു മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 29 ഔ 30, അല്ലെങ്കിൽ 30. ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. 31 എന്ന ഒരു തീയതി ഇസ്ലാമിൽ ഇല്ല തന്നെ, ഇല്ല തന്നെ. 31 ദിവസം നോമ്പ് പിടിച്ചിട്ട് 32ാമത്തെ ദിവസം ആരെങ്കിലും പെരുന്നാൾ ആഘോഷിച്ചു? ഇല്ല. നമുക്ക് 30 ദിവസം ഇസ്ലാമിൽ. അപ്പൊ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച സമയത്ത് തന്നെ മാസം 12 അത് അല്ലാഹു തീരുമാനിച്ചു. ഈ മാസത്തിൽ അല്ലാഹു തെരഞ്ഞെടുത്ത ചില മാസങ്ങളുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്, പവിത്രമാണ്, മഹത്വമേറിയതാണ്, മഹനീയമാണ്.
ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠമാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട മാസമാണ് ഈ 12 മാസങ്ങളിലെ 4 മാസം. 12 മാസങ്ങളിലെ 4 മാസം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെട്ട മാസമാണ്. റജബുൻ, ഈ പരിശുദ്ധമായ മാസം, ഈ രാവിൽ, പവിത്രമേറിയ രാവിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നാം പരിശുദ്ധമായ റജബിന്റെ മാസത്തിലാണെങ്കിൽ ഈ റജബിനെ കുറിച്ച് ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ട്. ഈ റജബിനെ കുറിച്ച് നബി തങ്ങളുടെ പ്രഖ്യാപനമുണ്ട്. ഈ മാസത്തെ നിങ്ങൾ മഹത്വവൽക്കരിക്കണേ, ഈ മാസത്തെ നിങ്ങൾ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അല്ലാഹുവേ, റജബിന്റെ മാസത്തിൽ ബർക്കത്ത് ചെയ്യണമേ എന്ന് ലോകത്തിന്റെ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ഈ മാസത്തിലല്ലയോ നിക്കാഹിന്റെ സദസ്സിൽ ഗാനമേളകൾ അരങ്ങേറുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. ബർക്കത്ത്, 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 ബർക്കത്ത്. എന്തേ ബർക്കത്ത്? കല്യാണ സദസ്സിൽ വന്ന് നമ്മൾ ദുആ ചെയ്യുന്നു, അയ്യുഹസ്സൗജാൻ, അയ്യുഹസ്സൗജാൻ, ബാറകല്ലാഹു ലക്കുമാ, ബാറകല്ലാഹു ലക്കുമാ, ബാറകല്ലാഹു ലക്കുമാ. കല്യാണ സദസ്സിൽ നിക്കാഹ് കഴിഞ്ഞ പാടെ പുതുപെണ്ണ് പുതുമണവാട്ടിയുടെ കൈക്ക് പിടിച്ച് പെണ്ണുങ്ങൾ പറയട്ടെ, പുതുമണവാളന്റെ കൈക്ക് പിടിച്ച് ആണുങ്ങൾ പറയട്ടെ, ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരി വആഫിയ. നിങ്ങൾക്ക് 2 പേർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏത് മാസമാണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അല്ലാഹുവേ, ഇത് നിന്റെ മാസമല്ലയോ? നീ ശ്രേഷ്ഠമാക്കിയ മാസമല്ലയോ? നീ ഇഷ്ടപ്പെട്ട മാസമല്ലയോ? നീ പവിത്രമാക്കിയ മാസമല്ലയോ? ഖുർആനിൽ പോലും ഈ മാസത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലയോ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഉ. അല്ലാഹുവിന്റെ റസൂൽ പോലും പ്രാർത്ഥിക്കുമായിരുന്നില്ലേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. ഈ റജബിന്റെ മാസത്തിൽ നീ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹുവേ. ഞങ്ങളുടെ വിവാഹങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളുടെ സഹധർമ്മിണികളിൽ നീ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നീ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. അത് അല്ലാഹുവിൽ നിന്നുമുള്ള ഒരു ഖൈറാണ്, ഖൈറാണ് ബർക്കത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിന്റെ പ്രത്യേകത വിളിച്ചോതിക്കൊണ്ട് പറയുകയാണ്. ഈ മാസത്തിന്റെ ശ്രേഷ്ഠത എത്രത്തോളം എന്ന് വെച്ചാൽ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ കാണാം, മൻ സാമ യൗമൻ മിൻ റജബിൻ കാന കസിയാമി സനാ നബിയുനാ റസൂലുള്ളാഹി. ആരെങ്കിലും ഈ റജബിന്റെ മാസത്തിൽ ഒരു നോമ്പെടുത്താൽ കാന കസിയാമി സനാ, ഒരു വർഷം മുഴുവനും നോമ്പെടുത്തവനെ പോലെയാണ്. എത്രത്തോളം ശ്രേഷ്ഠമാണ്, എത്രത്തോളം മഹത്വമാണ്. പരിശുദ്ധമായ റമദാനിന്റെ ഒരു നോമ്പെടുത്താൽ പോലും ഈ ലോകത്ത് ഈ വർഷം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു പ്രത്യേകമായ സവാബാണ്, അതൊരു പ്രത്യേകമായ മാസമാണ്. ആ മാസത്തെ വരവേൽക്കുന്നതിന് മുന്നോടിയായി അഡ്വാൻസ് ആയി നമ്മൾ ഇതാ റജബ് മുതൽ തുടങ്ങുകയാണ്, ശഅബാൻ മുതൽ തുടങ്ങുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ റജബിന്റെ മാസത്തിൽ ഒരു ദിവസം നിനക്ക് വേണ്ടി ഞാൻ പട്ടിണിയിരിക്കുകയാണ്. ഒരു ദിവസം ഒരാള് നോമ്പെടുത്താൽ കാന കസിയാമി സന, ഒരു വർഷം മുഴുവനും നോമ്പെടുത്തവനെ പോലെയാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ ദിവസം റജബിന്റെ മാസത്തിലെ ഒരു നോമ്പിന്റെ പ്രതിഫലം വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തീർത്തിട്ടില്ല, എത്രത്തോളം ശ്രേഷ്ഠം. മൻ സാമ സബ്അത അയ്യാമിൻ മിൻ റജബ്, റജബിന്റെ മാസത്തിൽ 7 ദിവസം ഒരാൾ നോമ്പെടുത്താൽ ഉൽഖത അൻഹു അബു സബ്അതു അബ്വാബി ജഹന്നം. അല്ലാഹു അക്ബർ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി
നോമ്പ് ഈ റജബിന്റെ മാസത്തിൽ എടുത്താൽ ലഹാ സബ്അതു അബ്വാബ്, നരകത്തിന് 7 വാതിലാണ്, നരകത്തിന് 7 വാതിലാണ്. ലികുല്ലി ബാബിൻ മിൻഹും ജുസും മഖ്സൂം, ഓരോ ബാബുകളും ഓരോ വാതിലുകളും ഓരോ പാവികൾക്ക് വേണ്ടി ഇതാ തീരെഴുതി വെക്കപ്പെട്ടിരിക്കുകയാണ്. അവരതിൽ കൂടെയാണ് പ്രവേശിക്കുക, അവരെ മാടി വിളിക്കുകയാണ്. ആ വാതിൽക്കൽ ഇതാ ഗർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വാതിൽക്കലൂടെയാണ് ആ നരകവാസികളെ പ്രവേശിക്കുക. പരിശുദ്ധമായ റജബിന്റെ മാസത്തിൽ 7 നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ ഈ റജബിന്റെ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നരകത്തിന്റെ 7 വാതിൽക്കൽ 7 വാതിലുകൾ അവന്റെ മേൽ കൊട്ടിയടയ്ക്കപ്പെടുമത്രേ. അടച്ചു 7 നോമ്പെടുത്താൽ എത്ര വലിയ ഭാഗ്യ. റജബിന്റെ മാസമായത് കേട്ടോ. അടുത്ത മാസം നോക്കി നിൽക്കല്ലേ, നാളെ മുതൽ തുടങ്ങിക്കോണം. ചാലു ആയിക്കോ, മീറ്റർ ചാലു ആവട്ടെ. ഞങ്ങൾ യാത്രക്കാരായതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. ഇനി ഞാൻ അവിടെ ഇരുന്ന് ബ്രോസ്റ്റ് അടിക്കുന്നുണ്ട്, നിങ്ങൾ വന്നിട്ട് ഉസ്താദ് നോമ്പ് ഓടിച്ചിട്ടില്ല, ഉസ്താദ് പ്രസംഗിച്ചു അല്ല. ഇപ്പൊ നമുക്കൊന്ന് ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ദ്വാരക്കി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പ്രസംഗിച്ചിട്ടെങ്കിലും നന്നാവാൻ വേണ്ടി ദ്വാരക്കി. നാളെ പ്രാസംഗികന്മാരെ ആദ്യം പിടിച്ച് നരകത്തിയിടുക. അല്ലാ, അത് കേട്ടിടം പോലെ പ്രസംഗം നിർത്താൻ പോവാണ്. അബൂഹുറൈറ നിങ്ങൾക്ക് ചിരിക്കാം, നാളെ പ്രാസംഗികൻ ആരെങ്കിലും ചിരിക്കൂല. പ്രാസംഗികന്മാരെ നരകത്തിൽ ആദ്യമായി 3 കൂട്ടരെയാണ് പിടിച്ചിടുക. അതിൽ ആദ്യം യാ മഅ്ശറൽ ഖുറാ, ഏയ് ഖുറാ പ്രഭാഷകരെ കടന്നു വാ. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ റബ്ബേ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ഒരു വാക്ക് കേട്ടിട്ട് ആരെങ്കിലും ഒരാൾ നന്നാവുന്നുണ്ടെങ്കിൽ അതിൻ്റെങ്കിലും പേരിൽ രക്ഷ തരണേ പടച്ച റബ്ബേ. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല മറ്റൊരാഗ്രഹമില്ല നമുക്ക്. ഈ ത്യാഗം, ഞാൻ ഇന്ന് ഇത്രയും ത്യാഗം സഹിച്ചത് ഒരു നസീഹത്തിലൂടെ ആരുടെയെങ്കിലും ഒരാളുടെ എൻ്റെ ഒരു നന്മ മാത്രമാണ്. അല്ലെങ്കിൽ ഇത്രയും ത്യാഗം, ഈ 600 കിലോമീറ്റർ ഈ ത്യാഗം സഹിച്ച് ഇവിടം വരെ വരാൻ, ഈ സദസ്സിനെ അഭിമുഖീകരിക്കാൻ അള്ളാഹുവിന്റെ ദീനിനോടും ഈ നസീഹത്തിനോടുമുള്ള ഒരു മഹബത്തിന്റെ പേരിലാണ്. അതിനുവേണ്ടി ഓടുന്ന ശരീരമായതുകൊണ്ട് അള്ളാഹ് അതിനുവേണ്ടി ആഫിയത്ത് തരും. 3 പ്രാവശ്യം എന്റെ വണ്ടി ഇടിച്ചു. അത് 3ഉം വാളിന് വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ്, വാളിന്റെ ആവശ്യത്തിന് വേണ്ടി വരുമ്പോഴാണ്. എന്റെ ഭാര്യയും കൊണ്ട് മംഗലത്തിന് പോകുമ്പോഴായിരുന്നില്ല, എല്ലാം വാളിന്റെ പേരിലാണ്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലാകുമ്പോൾ ഈ ത്യാഗം അനുഭവിക്കുമ്പോൾ അതിന് അള്ളാഹു നല്ല കൂലി തരുമെന്നൊരു പ്രതീക്ഷയാണ്, ഒരു പ്രതീക്ഷയാണ്. അല്ലാതെ അമലി കൊണ്ട് സ്വർഗത്തിൽ കിടക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കിട്ടൂല. അള്ളാഹു നമുക്കെല്ലാം സ്വർഗം നൽകുമാറാകട്ടെ. 7 നരകത്തിന്റെ വാതിൽ അള്ളാഹു അടയ്ക്കും റജബിന്റെ മാസത്തിൽ 7 നോമ്പ് പിടിച്ചാൽ. 8 നോമ്പെടുക്കുന്നുവോ അവന് വേണ്ടി സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന് 8 വാതിലുണ്ടത്രേ. പരിശുദ്ധ ഖുർആനും ആ ഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്. ആ 8 വാതിൽക്കലിലൂടെ അവൻ ഇഷ്ടപ്പെടുന്ന വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു അവസരം നൽകുന്നത് ഈ റജബിന്റെ മാസത്തിൽ 8 നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കാണ്. 8 നോമ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാൻസ് ആണ്. ഞങ്ങൾ നോമ്പ് ഒടിച്ചിട്ട് ഇപ്പി അബൂബക്കർ മുസ്ലിയാർക്കുണ്ട് ദ്വാരുന്നേരം. 8 നോമ്പ് 8 വാതിൽക്കൽ സ്വർഗത്തിൽ കിടക്കും. നബിയുനാ റസൂലുള്ളാഹി തആല വീണ്ടും പറയുകയാണ്, വമൻ സാമ 10 അയ്യാം, റജബിന്റെ മാസത്തിൽ 10 നോമ്പ് അനുഷ്ഠിച്ചാൽ ലയസ് അലല്ലാഹ അസ്സ വജല്ല ശൈആ, ഏതൊരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുന്നുവോ, അവന്റെ ദുനിയവി ഉഖ്റവി കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുവോ, നമസ്കാര പായയിലിരുന്ന് നിറകണ്ണുകളോടെ കരങ്ങൾ നീട്ടി പടച്ച തമ്പുരാന്റെ കോടതിയെ അള്ളാഹുവിന്റെ മുന്നിൽ സകലവും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ ദുനിയവി ഉഖ്റവി കാര്യങ്ങളെ ചോദിച്ചാൽ ഇല്ലാ അഅതാഹു, അള്ളാഹു അവന്റെ തേട്ടത്തിൽ
നരകത്തെ തട്ടിക്കളയുകയില്ല. അള്ളാഹു അവന്റെ കണ്ണുനീരെ ഒപ്പിയെടുക്കുമത്രേ. അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കുമത്രേ. അള്ളാഹു അവനെ സന്തോഷിപ്പിക്കുമത്രേ. ഏതൊരു കാര്യത്തെ കുറിച്ചാണോ ഈ 10 നോമ്പ് റജബിന്റെ മാസത്തിൽ അനുഷ്ഠിച്ചിട്ട് ചോദിച്ചത്, അവൻ ചോദിച്ചത് മുഴുവനും അള്ളാഹു അവന് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് ഹദീസ് പൂർത്തീകരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വമൻ സാമ 15 അയ്യാം. വെളിയാളം കേൾക്കുകയാണ്. ഖദ് ഗഫർതു ലക, ഖദ് ഗഫർതു ലക. നിനക്ക് ഞാനിതാ മാപ്പ് ചെയ്തിരിക്കുകയാണെന്ന് ആകാശലോകത്ത് നിന്ന് വിളിയാളം വരികയാണ്. ആരോ വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയുകയാണ്, 15 നോമ്പ് റജബിന്റെ മാസത്തിൽ അനുഷ്ഠിച്ചവരെ. അള്ളാഹുവിന്റെ ഓർഡറാണ്, അള്ളാന്റെ കൽപ്പനയാണ്. അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്, ഖദ് ഗഫർതു ലക, നിന്റെ പാപം ഞാൻ ഇതാ മാപ്പ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ദുനിയാവിൽ നീ ചെയ്ത തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകൾ മുഴുവനും ഞാൻ ഇതാ നന്മയാക്കി രൂപപ്പെടുത്തിയിരിക്കുകയാണ്, നന്മയാക്കി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. 15 നോമ്പെടുത്തവർ ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത തെറ്റില്ലേ, ആ തെറ്റൊക്കെ നന്മയാക്കി അള്ളാഹു മാറ്റും. അള്ളാഹു മാറ്റും. വ്യഭിചരിച്ചത് നോമ്പാക്കി മാറ്റും, കള്ളു കുടിച്ചത് നോമ്പാക്കി മാറ്റും, ചാറ്റിംഗ് ചെയ്തത് നോമ്പാക്കി മാറ്റും, ചീറ്റിംഗ് ചെയ്തത് അള്ളാഹു തആല നന്മയാക്കി മാറ്റും, ലൈൻ അടിച്ചത് അള്ളാഹു തആല നന്മയാക്കി മാറ്റും. 15 നോമ്പെടുക്കണം. 15 നോമ്പെടുക്കണം. ഇനിയിപ്പോ ചാറ്റിംഗ് ചെയ്തിട്ട് 15 നോമ്പെടുത്തിട്ട് അടുത്ത പുതിയ ലൈൻ തെരഞ്ഞെടുക്കാൻ നിൽക്കണം. അടുത്ത റജബ് വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റജബിലേക്ക് വീണ്ടും ഒരു 15 നോമ്പെടുത്തിട്ട് തടി സലാമത്താക്കാം. അത് പറ്റൂല. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ആ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അങ്ങനല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവെ പേടിച്ച് നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ ചെയ്തു പോയി. അള്ളാഹുവെ തെറ്റുകൾ ചെയ്തു പോയി, അതിനൊരു പരിഹാരം എന്ന വണ്ണം അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ ഒരു 15 നോമ്പ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ ووفقنا فيه للقيام والصيام على الوجه الذي يرضيك عنا يا رب العالمين. റജബിന്റെ മാസത്തിലെ ബർക്കത്ത് വേണം. ബർക്കത്ത് എന്ന് പറയുന്നത് അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ഓശാരമാണ്, അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സമ്മാനമാണ്. അവൻ ഇഷ്ടപ്പെട്ട ചില നാടുകളിലേക്ക്, അവൻ ഇഷ്ടപ്പെട്ട ചില ദാസന്മാരിലേക്ക്, അവൻ ഇഷ്ടപ്പെട്ട ചില ദാസിമാരിലേക്ക് അള്ളാഹു ഇറക്കിക്കൊടുക്കുന്ന ചില നന്മകളാണ് ബർക്കത്ത്. ബർക്കത്ത് ബർക്കത്ത് എന്ന് പറയുന്നത്, ആ ബർക്കത്ത് എന്ന് പറയുന്നത് ആ ബർക്കത്തിനെ ആഗ്രഹിച്ച് ചോദിച്ചവർക്ക് മാത്രമേ ലഭിക്കൂ, അല്ലാത്തവർക്ക് കിട്ടൂല. അല്ലാത്തവർക്ക് കിട്ടൂല. ബർക്കത്തിന് വേണ്ടി ആഗ്രഹിച്ചവർക്ക് കിട്ടുള്ളൂ. കല്യാണ സദസ്സിൽ പാട്ടുപാടിയിട്ട് ബർക്കത്തിന് വേണ്ടി ചോദിച്ചാൽ അല്ലാഹു തരുകയില്ല, കിട്ടൂല. യാതൊരു സംശയവും വേണ്ട, കിട്ടൂല, കിട്ടൂല. ഈ റജബിന്റെ മാസത്തിൽ നീ ബർക്കത്ത് നൽകണമേ എന്ന് റജബിന്റെ മാസത്തിലെ വിവാഹ സദ്യ ഉണ്ടിട്ട് വിവാഹ വേദിയിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് തന്റെ മകളെയും തന്റെ മരുമകനെയും സാക്ഷ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന മാതാക്കളെ, പിതാക്കളെ, ഇച്ഛമാരെ, ആങ്ങളമാരെ, പെങ്ങന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ, എന്റെ മകൾക്ക് നീ ബർക്കത്ത് ചെയ്യണമേ, എന്റെ മരുമകന് നീ ബർക്കത്ത് ചെയ്യണമേ. ബാറക്കല്ലാഹു ലക്കുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമസ്കാരമുള്ള ഒരു ഇച്ഛയാണ് ഈ പാട്ട് പാടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് ഈ സദസ്സിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തുന്നതെങ്കിൽ എന്റെ പൊന്നിച്ച, നിങ്ങളുടെ ദുആയ്ക്ക് ഉത്തരമില്ല, ഉത്തരമില്ല. അങ്ങനെ ഉത്തരം കിട്ടും. എങ്ങനെ ഉത്തരം കിട്ടും? കസക്കൊട്ട പെണ്ണുങ്ങളെ കണ്ടിരുന്ന, തലശ്ശേരി പെണ്ണുങ്ങളെ കണ്ടുക, ചുക്കളിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കല്ലമ്പലത്ത് ബാ, കല്ലമ്പലത്ത്, കല്ലമ്പലം എന്ന് പറഞ്ഞ സ്ഥലം തിരുവനന്തപുരം, കല്ലമ്പലത്ത് ബാ, ആണുണ്ട് പെണ്ണുണ്ട്, ഇങ്ങനെ ഇവിടുന്നല്ലേ തുടക്കം കുറിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ആ ഓരോരുത്തരുടെ പാട്ട് പാടിയാൽ എന്റെ മൊത്തം കൂലി ഈ നാട്ടുകാർക്ക് കിട്ടും.
എല്ലാവർക്കും നാട്ടുകാർക്ക് ഇവിടെ നിന്നല്ലേ അണങ്കൂർ ഇവിടെ നിന്ന് കണ്ടല്ലേ ഒരു ചങ്ങാ തുടങ്ങി വെച്ചല്ലേ. ഇപ്പൊ എവിടെ നിന്ന് എത്തി? അടിയിലെത്തി, ഇടിയിലെത്തി, ഷൂട്ടിംഗ് ആയി, സിനിമയായി, ഇതുവരെയായി. ആരാ ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത്? മുസ്ലിം പെണ്ണുങ്ങൾ. ആ പാട്ടോടി പെണ്ണുങ്ങളോടെല്ലാം ഉണ്ടോ? മുസ്ലിം പെണ്ണുങ്ങൾ. ദുബായിൽ അടിവരെ ഉണ്ടായി. കാസർഗോട്ടുകാരെ തലശ്ശേരിക്കാരടിച്ചു, തലശ്ശേരിക്കാരെ തിരിച്ചു കാസർഗോട്ടുകാരടിച്ചു. അടിവഴി. എന്തപ്പ ഇത്? ഇതിനകത്ത് ഇപ്പൊ എന്താ ഇത്ര വലിയ കാര്യം? കണ്ടിന എന്ന് പറഞ്ഞാൽ ബാ കാണിച്ചു തരാം. എന്നിപ്പോ ഒരു പെണ്ണിന് നമ്മൾ പോയി ചോദിച്ചാൽ അവള് കാണിച്ചു തരുന്നു. പണ്ട് യേശുക്രിസ്തു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളൂ, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ തരപ്പെടും. യേശുക്രിസ്തു പറഞ്ഞ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ? പോയി മുട്ടിയാൽ മതി, തുറന്നു തരും. ചോദിച്ചോളി, തരും, എല്ലാം തരും എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ വേണോ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കാണ്. ആ കാലഘട്ടത്തിലേക്ക് സമുദായം എത്തി. എന്താ ഇപ്പൊ കാലഘട്ടം? അതിലേക്ക് അതപ്പതിച്ചു പോയില്ലേ മുസ്ലിം പെൺകുട്ടികൾ? ഒരു നാണമില്ലാതെ ലജ്ജയില്ലാതെ മുസ്ലിം പെൺകുട്ടികൾ പരസ്യമായി ഈ പാട്ട് പാടുമ്പോ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ എന്റെ പൊന്നു പെങ്ങന്മാരെ. ഭാരത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ അതിന്റെ ചെളിക്കുണ്ടിൽ വീണ് കിടന്ന അറേബ്യൻ ജനതയെ കൈക്ക് പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ പന്താവിലേക്ക് നയിച്ച ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ അനുയായികളായ പെൺകുട്ടികളാണോ? ആ പ്രവാചകന്റെ അനുയായികളായ ആൺകുട്ടികളാണോ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശ വേഷത്തിൽ അണിഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിന്റെ ഓരോ രഹസ്യ ഭാഗങ്ങളെ ഒപ്പിവെക്കണമെന്ന്, ഒളിപ്പിച്ച് വെക്കണമെന്ന്, സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക തത്വത്തെ പരസ്യമായി അങ്ങാടിയിലൂടെ അവൾ വെല്ലുവിളിക്കുകയല്ലേ. വാടോ, നിനക്ക് ഞാൻ കാട്ടിത്തരാം. തന്റെ ഉണ്ടോ? ഞാൻ കാണിക്കുമ്പോ കാണാനുള്ള തന്റെ ഉണ്ടോ? അതാണ് അതിന്റെ അർത്ഥം. അതാണ് ആണാണ് പെണ്ണാണ്, ബാണാണ് പെണ്ണാണ്, ആണാണ് പെണ്ണാണ്. ആണത്തം ഉണ്ടോടാ? അല്ലതിന്റെ അർത്ഥം. ആണത്തം ഉണ്ടോ നിനക്ക്? പുരുഷത്വമുണ്ടോ, ആണത്തമുണ്ടോ? കടന്നു വാ, ഞാൻ കാണിച്ചു തരാം. എന്താ കാലഘട്ടം പോയ പോക്ക് വെറുതെ ആണോ? എവിടം വരെ എത്തിയത്? ഇപ്പൊ അറബികൾ പോലും അത് എഴുതിയെടുത്ത് അറബിയിൽ എങ്ങനെ ഇപ്പൊ അറബിയിൽ പണ്ട് എങ്ങനെ ഇപ്പൊ അറബി ഇപ്പൊ ആരും കാസർഗോഡ് എന്നൊക്കെ എങ്ങനെ ഇപ്പൊ അറബിയിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എങ്ങനെ ഒരു പാടുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെയല്ലേ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ വരിക്കുന്നൊക്കെ ഞാൻ കാണിച്ചു. അങ്ങനെ വല്ല ആയിരിക്കും. തമാശ അറിഞ്ഞല്ല. ഇപ്പൊ ഞാൻ കണ്ടതാണ്, ഞാൻ നെറ്റിലൂടെ. അപ്പൊ ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞു അറബികൾ അത് എഴുതിയെടുത്തിരിക്കുന്നു, അറബിയിൽ അതിന് ആ രീതിയിലാക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ നാടിന് കിട്ടിയ ബർക്കത്ത് വലിയ ബർക്കത്ത് തന്നെ. അത് കേട്ടാ വല്ലാത്ത ബർക്കത്ത് തന്നെ സംഭവം തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇതിനോടൊരു മോഹം ഉള്ളത് കൊണ്ട് തന്നെ, പാട്ടിനോട് മോഹം ഉള്ളത് കൊണ്ട് തന്നെ ആ കോലത്തിലാക്കി സംഭവം. അതാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ലോകത്ത് എല്ലായിടത്തും അത് പെട്ടെന്ന് വ്യാപിക്കുകയാണ്. നമ്മൾ തന്നെ സൂക്ഷിച്ചാണ് ബാത്റൂമിൽ പോണത് പോലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തം പറഞ്ഞു നോക്കണം. വാട്സപ്പ് എല്ലാം ബാക്കിൽ ഇരിപ്പുണ്ടോ? കാരണം ഇപ്പൊ വാട്സപ്പും ഈ എന്താ മറ്റേ ഫേസ്ബുക്കും അല്ലെ, ഫേസിൽ ഇരിക്കുകയാണല്ലോ ഈ ബുക്ക്. അപ്പൊ മുന്നോട്ടിരിക്കാനും പറ്റൂല, വാട്സപ്പിൽ പുറകോട്ടിരിക്കാനും പറ്റൂല. എല്ലാ ഭാഗത്തിലും ആകെ മൊത്തം പ്രതീക്ഷ ഇത് തന്നെയാണ്. എന്ത് ചെയ്യും? ഇത് എന്തിനാണ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ? നിങ്ങളെ അള്ളാഹുവിലേക്ക് ഞാനൊന്ന് കൊണ്ടുപോകട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വാട്സപ്പിലൂടെ അതല്ലെങ്കിൽ ഈ നെറ്റിലൂടെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ പടച്ച തമ്പുരാൻ നമ്മുടെ ഓരോ രഹസ്യങ്ങളെയും ഒപ്പിയെടുക്കുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്കതൊരു വിശ്വാസമില്ല. അതിനെ ആരും പേടിക്കാറില്ല. ആരെങ്കിലും പേടിക്കുവോ? ആരും പേടിക്കാറില്ല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏതൊരു വാക്ക് നമ്മൾ സംസാരിച്ചാലും പ്രവർത്തിച്ചാലും അത് റഖീബ് അതീദ് എഴുതി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേ വാട്സപ്പിൽ എടുക്കുന്നു, ഫേസ്ബുക്കിൽ അത് ഫിറ്റ് ചെയ്ത് വെക്കുന്നു. അതെല്ലാം അപ്പോഴേ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട്. ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല.
ഇന്നിപ്പത്തെ സോഷ്യൽ മീഡിയ വന്നപ്പോ എല്ലാവർക്കും പേടിയായി. ബാത്റൂമിൽ പോകുമ്പോ ശ്രദ്ധിക്കുന്നു, സ്കൂളിൽ പോകുമ്പോ ശ്രദ്ധിക്കുന്നു, കുളിക്കാൻ പോകുമ്പോ ശ്രദ്ധിക്കുന്നു. ബഹുമാനികളെ, സഹോദരിമാരെ, ഇന്ന് വിവാഹ വേദികളിൽ നിങ്ങളുടെ ഫോട്ടോകൾ എടുക്കാറില്ലേ? ക്യാമറാമാൻ നിങ്ങളുടെ ഓരോ രഹസ്യാവയവങ്ങളും ഒപ്പിയെടുക്കാറില്ലേ? സുന്ദരികളായ പെണ്ണിന്റെ ഓരോ നഗ്നഭാഗങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അതിന്റെ ഓരോ ഭാഗങ്ങൾ ക്ലിപ്പായിട്ടിട്ട് പാശ്ചാത്യ ലോകത്തേക്ക് ഇതാ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുകയാണ്. വാട്സപ്പിലൂടെ നിങ്ങളുടെ ഒരാളുടെ മാത്രമല്ല അഡ്രസ്, ഏതൊരു ഫോണിലാണോ വാട്സപ്പ് കിടക്കുന്നത് ആ വാട്സപ്പിലുള്ള സകലമാന കോണ്ടാക്റ്റുകളും ആ ഏതൊരു വ്യക്തിക്കാണോ അയച്ചു കൊടുക്കുന്നത് ആ വാട്സപ്പിന്റെ ഉടമസ്ഥർക്ക് ലഭിക്കുമത്രേ. മനസ്സിലാക്കണം. വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന പോലെ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ എന്റെ കൂട്ടുകാരന് വേണ്ടി നമ്മളൊന്ന് അയച്ചു കൊടുക്കും. പക്ഷേ നിന്റെ മൊബൈലിലൂടെ അയക്കുമ്പോൾ ആ മൊബൈലിൽ എത്ര കോൺട്രാക്ട് നമ്പർ ഉണ്ടോ അത് മുഴുവനും വാട്സപ്പുകാർക്ക് കിട്ടും. നീ അറിയുന്നില്ല, അത് അവർക്ക് കിട്ടും. അവർക്ക് എന്തും ചെയ്യാതെ അതാരും അറിയുന്നില്ല. സംഭവം വെക്കുക, കുത്തുക, അങ്ങോട്ട് അയച്ചു വിടുക. എവിടാ കുത്തുക എന്നുള്ളത് അറിയില്ല. സംഭവം എവിടെങ്കിലും കിട്ടുന്നിടത്ത് കുത്തി കൊടുക്കുക. അത് തന്നെയാണ് പ്രശ്നം. ഈ ടച്ച് മൊബൈൽ പോലെ പൈസ പോകുന്ന അറിയില്ല. സംഭവം അറിയാൻ വയ്യാത്ത ഒരു ചങ്ങാതിരയിലുണ്ട് കുത്തി കൊടുത്താൽ അവിടെ ഇവിടെ കുത്തിയ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളിത് അറിയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് സൂക്ഷിച്ചോളി. കോടിക്കണക്കിന് ഡോളർ കൊടുത്തിട്ട് വാട്സപ്പും ഇതൊക്കെ ഫേസ്ബുക്ക് ഒക്കെ വാങ്ങിയിരിക്കാണ്. നമ്മുടെ ഓരോ രഹസ്യങ്ങൾ അവരത് എടുക്കുന്നു. കോടിക്കണക്കിന് രൂപയ്ക്ക് നമ്മുടെ അഡ്രസ്സുകൾ അവർ മറിച്ചു വെക്കുന്നു. നമ്മൾ ആരും അറിയുന്നില്ല. ഉദാഹരണത്തിന് നമ്മുടെ പുതിയ ഒരു നമ്പറിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ നമുക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയാണ്. എനിക്കൊരു നമ്പറുണ്ട്, രഹസ്യ നമ്പർ, അതിനകത്ത് ഫോൺ മെസ്സേജ് വന്നു. എങ്ങനെ ഇത് കിട്ടി? ആർക്കും അറിയില്ല. ആർക്കും അറിയാത്ത ഒരു നമ്പർ, രഹസ്യ നമ്പറിൽ പോലും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ മെസ്സേജ് അയക്കുമ്പോ അതിന്റെ ഉറവിടം എവിടെ നിന്നാണ്? അപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി എന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മളിവിടെ കടയിൽ കൊണ്ട് കൊടുക്കുന്നത് മാത്രമല്ല, അത് നമ്മളൊരു വാട്സപ്പിലൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇത് അയക്കുമ്പോ അതിന്റെ ഓരോന്നിന്റെയും അഡ്രസ് അടക്കം അത് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടേണ്ട സ്ഥലത്ത് കിട്ടുക. നമുക്ക് നോക്കുമ്പോ ഫ്രീ ആയിട്ട് നമുക്കിപ്പോ കാണാനും സംസാരിക്കാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ നെറ്റുകാരെ തുറന്നു തരുമ്പോ നമ്മൾ ധരിക്കുന്നത് എന്താ? എല്ലാം നല്ല സൗകര്യമാണ്. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്, എത്ര ഫ്രീ. സ്കൈപ്പ് അല്ലേ ഇപ്പൊ പുതിയൊരു സാധനം, സ്കൈപ്പ്. ഇങ്ങോട്ട് ഭാര്യയെ നോക്കിയിട്ട് സംസാരിക്കാം, ഭർത്താവിനെ നോക്കിയിട്ട് സംസാരിക്കാം. കൂട്ടുകാരൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പറയും അതൊന്ന് തിരിച്ചു പിടിക്കും, ഓളെ കാണാൻ പറ്റും ഓന്. പിന്നെ ഇവനുമായിട്ട് സ്കൈ വേണ്ട, അവനുമായിട്ട് പിന്നെ സ്കൈപ്പിലൂടെ അവളുമായിട്ട് ടൈപ്പാവും. പിന്നെ സ്കൈപ്പിലൂടെ ടൈപ്പായി മാറും. ആര് കാണിച്ചു കൊടുത്തു? ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവ്, എന്റെ ഭാര്യ ഒന്ന് കണ്ടോ, എന്റെ മക്കൾ, എന്റെ മോള്, ഇവിടെ കണ്ടോ, എന്റെ കുടുംബം, എല്ലാരെയും കാണിക്കാൻ പറ്റും നിമിഷ നേരം കൊണ്ട്. ഫ്രീ ആണ്. ഫ്രീ ആയതുകൊണ്ട് റാഹത്തായിട്ടിരുന്ന് കാണാം. ആരെങ്കിലും ഒരാൾ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ, ഫോൺ വിളിക്കുമ്പോ തന്നെ 1 റിയാല്, 2 റിയാല്, 3 റിയാല്, 3 ദിർഹം, 4 ദിർഹം ഒക്കെ ഒരു മിനിറ്റിന് ചെലവാകുമ്പോ ഫ്രീ ആയിട്ട് സ്കൈപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം കാണാനൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ അടുത്ത പള്ളിയിൽ കിട്ടുന്നിടത്തെല്ലാം വാങ്ങുക, എല്ലാം കൂടെ പോയിരുന്ന അലം നശ്റഹ് ലക സദറക 3 പ്രാവശ്യം ഓതുക, വയറ് വിശാലാക്കുക, തിന്നു കൊടുക്കുക. പിറ്റേ ദിവസം മുതൽ ബാത്റൂമിൽ നേക്ക് ഇറങ്ങാൻ സമയം കാണില്ല. വയറ് നമ്മുടെയാണ്, ഭക്ഷണം മറ്റൊരാളുടെയാണ്. നമ്മൾ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് സ്കൈപ്പിലൂടെ നിന്റെ ഭാര്യയുടെ ഓരോ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കുന്ന കാര്യം നിങ്ങളാരും അറിയുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ആരൊരാൾ ഫ്രീ ഒരു സാധനം തരുന്നോ മനസ്സിലാക്കിക്കോ, അതിന്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട്. എയർപോർട്ടിൽ പോകുമ്പോ ഈ സാധനം കൂടെ ഒന്ന് എന്റെ സുഹൃത്തിനോട് കൊടുത്തു. അവിടെ ഇറങ്ങിയ ഉടനെ നിങ്ങൾ ആളവിടെ വരും. ഇറങ്ങിയ ഉടനെ അവിടെ പോലീസ് ചങ്ങലയായിട്ട് വരും. നീ അങ്ങ് കൈ